ഈ കമ്പനികൾ ജോലി നൽകുന്നത്. അമേരിക്കയിൽ തൊഴിലെടുക്കാൻ ആളുകളെ കിട്ടാത്തതല്ല ഇത്തരം കമ്പനികളെ ഇന്ത്യയടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. പകരം കൂടുതൽ ലാഭമുണ്ടാക്കാം എന്ന ചിന്തയാണ്. എന്നാൽ ഇത് അമേരിക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം ചെറുതല്ല. അവിടെ തൊഴിലില്ലാത്തവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഒക്കുപൈ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുള്ളവരും ഇത്തരം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണ്. കൊല്ലം മുമ്പ് മാന്യം തുടങ്ങിയപ്പോഴാണ് തൊഴിലില്ലാ പടയുടെ എണ്ണവും കൂടി തുടങ്ങിയത്. ഇപ്പോൾ അത് 10% 2.5 കോടി ചെറുപ്പക്കാർ തൊഴിൽ രഹിതരാണെന്നാണ് കണക്ക്. മാന്യകാലത്ത് കമ്പനികൾ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരുന്നു. പിന്നെ പുതിയ നിയമനം നടത്താതായി. വാൾസ്ട്രീറ്റ് പിടിച്ചെടുക്കൽ പ്രക്ഷോഭത്തിൽ ചെറുപ്പക്കാർ അണിചേരാൻ ഇതുതന്നെ ധാരാളമായിരുന്നു. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ബരാക് ഒബാമ $477 ബില്യൺ പ്രത്യേക പാക്കേജ് നടപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും സെനറ്റിൽ പോലും അതിന് പിന്തുണ കിട്ടിയില്ല. പാക്കേജിനുള്ള പണം ഇവിടെ എന്നാണ് ജനപ്രതിനിധികൾ ഒബാമയോട് ചോദിക്കുന്നത്. നമ്മളുടെ ഇന്ത്യയിൽ 7%-8% ഗ്രോത്താണ് വളർച്ചയാണ് നമ്മൾ പറയുന്നത്. അവിടെ 1.5 എത്തുന്നും കൂടി പറയാൻ അവർക്ക് ധൈര്യമില്ല. അത്രത്തോളം മോശമാണ് അവർ. ഇപ്പൊ അങ്ങനെയുള്ള സ്ഥിതിയിൽ വളർച്ചയുമില്ല, ജോലികളും വരുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും മൂഡ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ മൂഡ്, കോളേജ് പഠിച്ച് കോളേജിൽ ഇറങ്ങുമ്പോൾ ജോലി കിട്ടാത്ത സ്ഥിതിയിലിരിക്കുന്നവർക്ക് ഒരു മെന്റൽ ഡിപ്രഷന്റെ സ്ഥിതി പോലെ എത്തിയിട്ടുണ്ട്. സാമ്പത്തിക അസന്തുലിതാവസ്ഥയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ദരിദ്രരുടെ പെരുക്കം. അമേരിക്കൻ സെൻസസ് ബ്യൂറോ പുറത്തിറക്കിയ കണക്ക് പ്രകാരം രാജ്യത്തെ 4.62 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്. 6-ൽ 1 ദരിദ്രം. 15%-ലേറെയാണ് ദാരിദ്ര്യത്തിന്റെ നിരക്ക്. ഇതും ഉയർന്ന തലത്തിലാണ്. 12 സംസ്ഥാനങ്ങളിൽ 17% മേലെയും മിസിസിപ്പിയിൽ 22%. എല്ലാവരും വിചാരിച്ചു അവരുടെ സുഖവും അവരുടെ പ്രോസ്പെരിറ്റിയും കൂടി വരുന്ന ഒരു സാധ്യത. പറഞ്ഞാല് അച്ഛനമ്മയ്ക്കും ഇപ്പോൾ 1 വീടുണ്ട്, 1 കാറുണ്ട്. അവരുടെ മക്കൾക്ക് 2 വീടും 2 കാറുമായിരിക്കും. അവരുടെ മക്കൾക്ക് 3 വീടും 3 കാറായിരിക്കും. അങ്ങനെയുള്ള വിചാരമായിരുന്നു. പറഞ്ഞൊരു 10-20 വർഷം അങ്ങനെ നടന്നിരിക്കണം അമേരിക്കയിൽ. എല്ലാവർക്കും കൂടുന്ന പ്രോസ്പെരിറ്റിയും ഈ അമേരിക്കൻ സ്വപ്നം എന്ന് പറഞ്ഞാൽ ആർക്കും വേണം എന്ത് വേണം ചെയ്യാം. ഒന്നുമില്ലാത്ത അമേരിക്ക വന്നാൽ പണം സമ്പാദിക്കുക, ജോലി എടുക്കുക, ബിസിനസ് ചെയ്യാം, ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ. പക്ഷെ ആ അമേരിക്കൻ ഡ്രീം ഇപ്പൊ ഈ 99% ആൾക്കാർക്ക് ആ അമേരിക്കൻ ഡ്രീം ശരിയാവുന്നില്ല. ചിലവര് ചെറുപ്പക്കാര് ഇപ്പൊ അച്ഛൻ നമ്മുടെ അപ്പം വീണ്ടും പോയി താമസിക്കുന്നുണ്ട്. അവരെ വീട്ടിൽ അവരുകാര് നന്നായി ജീവിക്കുന്ന പകരം ഇപ്പോ അച്ഛനും അമ്മയും വീട്ടിൽ പോയി താമസിക്കാൻ ആദ്യം ആരംഭിച്ചു. നമ്മൾ ശരിക്കും ഇന്ത്യയിൽ സംഭവിക്കുന്ന പോലെ ഇപ്പൊ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു. അത് ദാരിദ്ര്യമല്ല, പക്ഷെ അവർക്ക് ആ കൂടി വരുന്ന ആ പ്രോസ്പെരിറ്റി കാണുന്നില്ല. കോർപ്പറേറ്റുകൾക്കായി ഭരിച്ചത് മാത്രമല്ല അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്നത്. 3ാം ലോക രാജ്യങ്ങളിലേക്കുള്ള അധിനിവേശത്തിനും യുദ്ധത്തിനും നീക്കിവെക്കേണ്ടി വരുന്ന തുക ഭീമമാണ്. $900 ബില്യൺ അമേരിക്കയുടെ യുദ്ധ ബജറ്റ്. ക്ഷേമച്ചെലവ് കുറച്ചാലും യുദ്ധച്ചെലവ് കുറയ്ക്കരുതെന്നാണ് അമേരിക്കൻ തത്വം. ലിബിയയ്ക്ക് പിന്നാലെ സിറിയ, ഇറാൻ, പാകിസ്ഥാൻ, ഉഗാണ്ട പുതിയ ലക്ഷ്യങ്ങൾ മുന്നിലുണ്ടാകുമ്പോൾ അതിനെയും കൂടുകയുള്ളൂ. സാർവദേശീയ രംഗത്ത് അവരുടെ യുദ്ധ പരിശ്രമങ്ങൾ, ഇറാഖിനെതിരെ യുദ്ധം, അതുപോലെ അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധം, ഇപ്പോൾ ലിബിയക്കെതിരെ ഗദ്ദാഫിയുടെ പേര് പറഞ്ഞു അവർ യുദ്ധം ചെയ്തു. അതിൻ്റെയൊക്കെ ചലനം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? പ്രതിസന്ധിയും പ്രക്ഷോഭവും എങ്ങനെ നേരിടുമെന്നറിയാതെ ഉഴറുകയാണ് ഭരണകൂടം. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കന്മാർക്കും സാധ്യമല്ല. എന്നിട്ടും 99% പേരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായിട്ടില്ല.